ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബലരാമൻ ജയിലിൽ നിന്ന് സുമിത്ര പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. സുമിത്രയും ബാലുവും ബലരാമൻ്റെ മാതാപിതാക്കളിൽ നിന്ന് സത്യം ബലരാമൻ അറിഞ്ഞിരിക്കുന്നു. സുമിത്രയോട് തന്നെ ഉപേക്ഷിച്ച ആ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ബലരാമൻ ചോദിക്കുന്നുണ്ടെങ്കിലും സുമിത്ര അതിന് സമയമാവട്ടെ അപ്പോൾ പറയാമെന്നാണ് പറയുന്നത്. ഇനി ജനിപ്പിച്ച് വലിച്ചെറിഞ്ഞവർ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് ബലരാമൻ പറയുന്നു. ബലരാമന് തന്നെ ജനിപ്പിച്ച് ഉപേക്ഷിച്ചു പോയവരോട് ദേഷ്യവും പകയുമാണ് ഇപ്പോൾ. സുമിത്രയും ബാലുവും ബലരാമനെ പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. അതിനുശേഷം സുമിത്രയും ബാലുവും ജയിലിൽ ബലരാമനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ക്ലീറ്റസ് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, അതറിയണമെങ്കിൽ നമ്മൾ ബാലു സാറും സുമിത്ര മാഡവുമായിട്ട് ഒന്ന് ജീവിച്ചു നോക്കണമെന്ന്. പിന്നീട് സുമിത്രയും ബാലുവും സാഗർ ബലരാമനെ ഇല്ലാതാക്കുന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് കേട്ട് സന്തോഷിക്കുന്നു. പിന്നീട് ആൻറ്റിയമ്മ കൃഷ്ണനോട് പറയുന്നുണ്ട്, മാനസ വേണ്ട, കൺമണി മതിയെന്ന് പറയുന്ന നിമിഷം നീ പറയുന്ന പോലെയായിരിക്കും, ഞങ്ങൾ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൃഷ് വളരെയേറെ സന്തോഷിക്കുന്നു. കൃഷ് ആൻറ്റിയമ്മയെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് താങ്ക് യു ആൻറ്റിയമ്മ എന്ന് പറയുകയാണ്. അതിനുശേഷം കൃഷ് വീടിനുള്ളിലേക്ക് പോയതിനു ശേഷം ആൻറ്റിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിന്റെ കൺമണി കത്തിച്ച് ചാരമാകാൻ കാത്തു നിൽക്കുന്നവളാടാ ഈ ആൻറ്റിയമ്മ എന്ന്. ആൻറ്റിയമ്മ കൺമണിയെ കൃഷിയിൽ നിന്നും അകറ്റാനും കൺമണിയുടെ താലി പൊട്ടിക്കാനുമായിട്ട് കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കൃഷിൻ്റെ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നീട് വൈകിട്ട് കൺമണി സന്ധ്യാദീപം വെക്കുന്നുണ്ട്. ദീപമായി കൺമണി ഉമ്മറത്തേക്ക് വരുന്നു. അപ്പോൾ ഗൂഗിള് കൃഷ്ണമണി എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൺമണി പെട്ടെന്ന് തിരിഞ്ഞ് ഗൂഗിളിനെ നോക്കി ചിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ ആൻറ്റിയമ്മയുടെ പുതിയ പ്ലാനുകളും കൺമണിയുടെയും കൃഷിൻ്റെയും പ്രണയവും ബലരാമൻ്റെയും സുമിത്രയുടെയും പകയുമെല്ലാമായി പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.